LPG പ്രതിസന്ധി രൂക്ഷമായതോടെ ഇന്നും കൂടുതൽ ഹോട്ടലുകൾക്ക് പൂട്ടുവീണു. സിലിണ്ടർ കിട്ടാത്ത സ്ഥിതിയായതോടെ പലരും മറ്റു വഴികൾ തേടുകയാണ്. കൂടുതൽ പാചകവാതകം ഉപയോഗിക്കേണ്ടി വരുന്ന വിഭവങ്ങളെല്ലാം മെനുവിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണെന്ന് ഹോട്ടൽ ഉടമകളും പറയുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അരുൺ സോളമൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ഉണ്ട്. അരുൺ, ഏറ്റവും കഷ്ടം ഈ ഹോട്ടൽ ഉടമകളുടെ കാര്യം തന്നെയാണ്. അവരുടെ ജീവനോപാധിയല്ലേ. ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നു ആളുകൾ എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നിപ്പിൽ ഒരു ദിവസം രാവിലെ ജീവനോപാധി ഇല്ലാതെ പോകുന്ന ഒരു മനുഷ്യരും ഒരു വലിയ സമൂഹവും അപ്പുറത്ത് നിൽക്കുകയാണ്. സ്മൃതി, ഹോട്ടൽ ജീവനക്കാരെ സംബന്ധിച്ച് ഏറെ പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയം തന്നെയാണ് ഈ പാചകവാതക പ്രതിസന്ധി. ഞാനിപ്പോഴുള്ളത് തലസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഹോട്ടലുകളിൽ ഒന്നായിട്ടുള്ള സ്റ്റാച്യു റെസ്റ്റോറൻറ്റിലാണ്. പ്രത്യേകിച്ചും സെക്രട്ടറിയിലെ ജീവനക്കാരെ സംബന്ധിച്ചാലും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചാലും ഒരുപോലെ ആശ്രയിക്കുന്ന, രാവിലെ മുതൽ രാത്രി വരെ എപ്പോൾ വന്നാലും ഭക്ഷണം കിട്ടുന്ന ഒരു ഹോട്ടലാണ് സ്റ്റാച്യു റെസ്റ്റോറൻറ്റ്. പക്ഷേ നമ്മളിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച, ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഉണ്ടാക്കുന്ന വിഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വൈകുന്നേരം ഏറ്റവും അധികം ചപ്പാത്തി ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. അതിന് ഏറ്റവും വലിയ ലളിതമായിട്ടുള്ള ഉത്തരം ഈ ചപ്പാത്തിക്ക് അധികം ഗ്യാസ് വേണ്ട എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഈ മെനുവിൽ വലിയ ഒരു വിഭവം ഇത് വെട്ടിക്കുറച്ചൊരു സമാനമായിട്ടുള്ളൊരു സംഭവം എന്തായാലും ഹോട്ടൽ ജീവനക്കാരെ സംബന്ധിച്ചുണ്ട്. അതൊരു വലിയൊരു വെല്ലുവിളി തന്നെയാണ്. നിലവിൽ അസോസിയേഷൻ എടുത്ത തീരുമാനപ്രകാരം ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഈ സമയക്രമത്തിൽ വലിയൊരു ഇളവ് വരും. ഓപ്പൺ ആണ്. ഇവർക്ക് ഏറ്റവും അധികം വിറ്റുപോകുന്ന രാവിലെ ഉള്ള ഇപ്പോൾ ചായയും പൊരിപ്പായാലും അതൊക്കെ ഏറ്റവും കൂടുതൽ വിപണിയിൽ ഉള്ള ഒരു ഹോട്ടലാണ്. എന്തായാലും നമുക്ക് അവരുടെ ജീവനക്കാരുടെ ഒരു പ്രതികരണം കൂടി കേൾക്കാം. നിതിൻ, ഇപ്പോൾ അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത് സമയക്രമത്തിൽ ഒരു വലിയൊരു മാറ്റവുമായിട്ട് മുന്നോട്ട് വരാനാണ്. നിങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ഒരു കിച്ചൺ വലിയൊരു പരിമിതിയുണ്ട്. ചില കിച്ചണിലൊക്കെ ഇപ്പോൾ വിറകടുപ്പിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ നിലവിലെ വെല്ലുവിളി എങ്ങനെയാണ് നിങ്ങൾ നേരിടുന്നത്? ഇപ്പോൾ ഗ്യാസിൻ്റെ ആണെങ്കിൽ ഗ്യാസ് കുറവാണ്. നമുക്ക് ഇപ്പോൾ എത്ര ദിവസം ഇതിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുമെന്നറിയില്ല. ഇതിപ്പോൾ ഉള്ള ഗ്യാസിലാണ് ഇതിപ്പോൾ പോകുന്നത്. നമുക്ക് സ്റ്റാഫിനായാലും കസ്റ്റമേഴ്സിനായാലും അതിൻ്റേതായ ഒരു ഷോർട്ടേജ് ഉണ്ട് വരുന്നതായാലും. അപ്പോൾ അതിപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമായിട്ട് നമുക്കിപ്പോൾ ഉണ്ട്. സമയത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ നിലവിൽ? മാറ്റം വരുത്തുന്നു. ഇപ്പോഴാണ് ഇന്നോട്ടാണെങ്കിൽ 10 തൊട്ട് 10:30 വരെയാണ്. അല്ലെങ്കിൽ സാധാരണ രാവിലെ 8 തൊട്ട് 11 മണി വരെ ആയിരുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ തലസ്ഥാനത്തെത്തുന്ന എല്ലാവരും, മാധ്യമപ്രവർത്തകരായാലും രാഷ്ട്രീയക്കാരായാലും സമരക്കാരായാലും ഒക്കെ ചായയും പൊരിപ്പും ഇല്ലാതെ ഒരു തുടക്കമില്ല പ്രഭാതത്തിൽ. നിങ്ങളെ സംബന്ധിച്ച് അതാണല്ലോ ഏറ്റവും വലിയ വിപണി. അതാണ്. നമുക്ക് രാവിലെയാണ് കൂടുതൽ ആൾക്കാരും കൂടുതൽ വരുന്നത്. രാവിലെ ഈ ജോലിക്ക് വരുന്നവർ, ഇപ്പോൾ ന്യൂസിലുള്ള ആൾക്കാരായാലും എല്ലാവരും ഇപ്പോൾ ഇവിടെയാണ് വരുന്നത്. വിറകടുപ്പിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ നിലവിൽ? മറ്റേതെങ്കിലും വഴി കണ്ടെത്തിയിട്ടുണ്ടോ? ഇപ്പോഴത്തേക്ക് കണ്ടെത്തിയിട്ടില്ല. ഇനിയിപ്പോൾ ഗ്യാസ് വരുമ്പോൾ കുറവാണെങ്കിൽ പിന്നെ കട അടയ്ക്കേണ്ടി വരും. എത്ര ദിവസം നിലവിലുള്ള ഗ്യാസ് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും? ഇപ്പോൾ തിങ്കളാഴ്ച വരെയാണ് ഇപ്പോൾ ഇവിടെ ഓണർ വരെ പറഞ്ഞിട്ടുള്ളത്. ഇനി അത് അറിയില്ല ഇനി ബാക്കി ഇങ്ങോട്ടാണെന്ന്. സാധാരണ സ്റ്റേജിൽ എത്തുമ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ അപ്പവും മുട്ടക്കറിയും ഗ്രീൻ പീസ് കറിയൊക്കെ ഇവിടെ ഉള്ളതാണ്. നമ്മൾ ഇന്ന് കണ്ടത് ഇവിടെ ഇപ്പോൾ ചപ്പാത്തിയാണ്. ഇപ്പോൾ ചപ്പാത്തിയാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഭവമായി മാറി. അതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ദോശയൊക്കെയാണെങ്കിൽ എല്ലാവർക്കും ചൂടായിട്ട് തന്നെ വേണം. അപ്പോൾ അത് ചൂടായിട്ട് ഇപ്പോൾ കൊടുക്കാൻ വഴിയില്ല, ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ചപ്പാത്തിയാണ് നമ്മളിപ്പോൾ കൂടുതൽ, ചപ്പാത്തി, പൊറോട്ട അതൊക്കെയാണ് കൂടുതലായിട്ടും കൊടുക്കുന്നത്. ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സ് എന്ത് പറയുന്നു ഇതിനോട്? അവരും ഇതുപോലെ പറയുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് ഇനി കട ഇപ്പോൾ അടച്ചിടുമോ, ബാക്കിയുള്ള കടകളൊക്കെ അടച്ചു തുടങ്ങി, അപ്പം നിങ്ങൾ ഈ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അവരവരുടേതായ പറയുന്നുണ്ട്. ഇവിടെ ഇത് ആശ്രയിച്ചൊക്കെയാണ് ചിലർ വരുന്നത്. പുറത്ത് ഇപ്പോൾ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ? ഉണ്ട്. തൊഴിൽ ജോലി തമിഴ് പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അവർക്കും അതാണ്. അവർ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുമ്പോൾ അവർക്ക് പിന്നെ ഇതാണ് ഒരു വരുമാന മാർഗം. അത് കഴിഞ്ഞ ദിവസം ഭക്ഷ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് 2 ദശലക്ഷത്തിലധികം വരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് കേരളത്തിലെ ഹോട്ടലുകളെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നത്. പക്ഷേ ഈ സ്റ്റാച്യു റെസ്റ്റോറൻറ്റ് അടക്കമുള്ള ധാരാളം ഹോട്ടലുകൾ തലസ്ഥാനത്തുണ്ട്. ഈ ഹോട്ടലുകൾ ഒരുപക്ഷെ അടച്ചുപൂട്ടി കഴിഞ്ഞാൽ അവരുടെ വയറ്റിപ്പിഴപ്പ് കൂടിയായിരിക്കും ഇല്ലാതായി പോകുന്നത്. അവർക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടി വരും. അല്ല എങ്കിൽ ആ ജീവനക്കാരൊക്കെ മറ്റ് ജോലികൾ തേടിപ്പോകേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതാണ് നിലവിൽ തലസ്ഥാനത്തെ ഹോട്ടലുകളുടെ അവസ്ഥ. എന്തായാലും ഇപ്പോൾ തന്നെ 40% ഹോട്ടലുകൾ പൂട്ടിയൊരു സാഹചര്യമുണ്ട്. വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ഹോട്ടലുകൾ പൂട്ടുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നുപോകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കിച്ചൺ തന്നെയാണ്. കിച്ചണിൽ ഇപ്പോൾ ഈ സിലിണ്ടറുകൾ മാത്രം വെച്ച്, ഗ്യാസ് ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന വിഭവങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വിറകടുപ്പിലേക്ക് മാറാൻ കഴിയാത്ത ഹോട്ടലുകൾ എന്തായാലും പൂട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മാധു. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അരുൺ, എനിക്ക് അവിടെയുള്ള ഓരോ മനുഷ്യരെയും അറിയുന്നവരാണ്. അരുണിന്റെ ഒപ്പം നിൽക്കുന്ന ആളുകളൊക്കെ എനിക്ക് അറിയുന്നവരാണ്. ഞാൻ പഠനകാലത്തും ജോലിയുള്ള കാലത്തും ഒക്കെ. ഇപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിലും വൈകുന്നേരം പുട്ടും ചിക്കൻ പുരട്ടും കഴിക്കാൻ സ്റ്റാച്യു ഹോട്ടലിൽ വൈകുന്നേരം പോകുന്ന ഒരു വലിയ ശതമാനം ആളുകൾ അവിടെയുണ്ട്. അവരെയൊക്കെ നമുക്ക് നേരിട്ട് അറിയുന്നവരാണ്. അവരൊക്കെ ഇങ്ങനൊരു വലിയ പ്രതിസന്ധിയിൽ കാണുന്നത് സങ്കടകരവുമാണ്.